prayer. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Prayer start ചെയ്തോളൂ. സമയം പോകുന്നു. ആരാണ് പ്രേയർ? ഞാൻ പറയാം മാം. ഞാനിത് സ്വയം എഴുതിയതാണ്. നമ്മൾ ഗോഡിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ അത് എഴുതിയവരിതാണ്. ഡിയർ ഗോഡ്, യു ആർ ഡിവൈൻ മെർസി, വി വിൽ ഓൾവേസ് ടുഗദർ യുവർ ഫോർ എവർ ഡിവൈൻ നെയിം ടു സിംഗ്. ഗിവ് മീ എ ലോഡ്, all that says must be sweet, only good things will happen. Shine like a lamp in the darkness, you will always be with me as my support. Dear God, you are divine mercy. Thank you so much. Okay, very good. Thought of the day. Thought of the day. പറയൂ. എന്താണിത് പറയാത്തത്? മാം പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഹലോ പറയട്ടെ മാം, കേട്ടില്ലേ? ഹലോ പറയൂ. മാം കേട്ടോ? ഞാൻ പറയട്ടോ? ആരും പറയാനുണ്ട്, ഞാനും പറയാന്ന് വെച്ചതാ. പറഞ്ഞോ. Good morning, ma'am. What is education? Education is the transmission of knowledge and skills. Education is the development of character traits. Thank you, ma'am. Thank you for your meaningful class and welcome our class. Signing. മാം ആരും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പോയം പറയട്ടെ. അബൌട്ട് മൈ ടീച്ചർ. ഗുഡ് മോർണിംഗ് മാം. ഒരു ഷോർട്ട് പോയം ആണ് കേട്ടോ. മൈ ടീച്ചർ. മൈ ടീച്ചർ ഈസ് എ കാൻഡിൽ, ഷീ ബേൺസ് ഫോർ മീ. മൈ ടീച്ചർ ഈസ് എ ഗൈഡ്, ഷീ ലീഡ്സ് മീ ഇൻ മൈ ലൈഫ്. മൈ ടീച്ചർ ഈസ് എ മിറർ, ഷീ ഹെൽപ്സ് ടു റിഫ്ലക്ട് മൈസെൽഫ്. മൈ ടീച്ചർ ഈസ് മൈ വേ, ഷീ ലീഡ്സ് മീ ടു സക്സസ്. മൈ ടീച്ചർ ഈസ് മൈ ഫ്യൂച്ചർ, ഷീ ഷോസ് മീ ദ ലൈഫ്. My teacher is my mother because school is my home. My teacher is my mother. My teacher is my God. She gives rebirth to me. I love my teacher. She is my model. Thank you, ma'am. Welcome, ma'am. Welcome to our class. Signing by Tamanazi. Thank you. Okay, very good. Good morning to all. നമ്മളൊരാൾക്ക് സെമിനാർ ടോപ്പിക് ലാസ്റ്റ് ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് റെഡി ആണോ? ഫ്രൈഡേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുണ്ടോ? പേര് ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ഒരാളും കൂടി ഉള്ളു സെമിനാർ ചെയ്യാനായിട്ട്. മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്ററിലെ ഒരൊറ്റ ടോപ്പിക്. ആരായിരുന്നു അത്? ഹഫ്സത്ത് ഉണ്ടോ ക്ലാസ്സില്? ഞാൻ പറഞ്ഞിരുന്നത് ലാസ്റ്റ് ക്ലാസ് ആണ്. ഇന്നത്തോടുകൂടി ടെൻഡൻസീസ് കഴിയും. എന്റെ ഓൾറെഡി ഓൾമോസ്റ്റ് പീരീഡ് കഴിയാണെന്ന്. ഹഫ്സത്തില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട് ഫ്രൈഡേ കുട്ടിയോട് ചെയ്യണമെന്ന്? അന്ന് നമ്മൾ ചെയ്തിരുന്നോ? ലാസ്റ്റ് ടോപ്പിക് കൊടുത്തിട്ട് ചെയ്തോ? ലാസ്റ്റ് എങ്ങാനും കൊടുത്തിരുന്ന ആൾക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങളാ? ഞാൻ മറന്നുപോയി. ഇല്ല, ഫ്രൈഡേ എടുക്കാന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ? ആള് എന്റെ ഹോസ്പിറ്റലായിട്ടായിരുന്നു അല്ലെ? അതെ അതെ. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. യെസ്, നമ്മള് ടെൻഡൻസീസ് ഓഫ് മാനിലേക്ക് അടുക്കാണ്. ടെൻഡൻസീസ് ഓഫ് മാനിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി?
കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് വരുന്ന ടെൻഡൻസി ആണ് എന്താ? പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. വാട്ട് ഈസ് പെർഫെക്ഷൻ? എന്താണ് പെർഫെക്ഷൻ? ഒരു പൂർണ്ണത. പൂർണ്ണത അല്ലെ. നമ്മള് എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് പിന്നെ ചെയ്യാൻ നിൽക്കരുത് അല്ലെ. ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ്? അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. കംപ്ലീറ്റൻസി ആണ് ശരിക്കും എന്താ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിട്ടും അതിന് കൃത്യമായ ഒരു ഉദ്ദേശം എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ കാര്യകാരണങ്ങൾ കൃത്യമായി അറിഞ്ഞ് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നത് വരെ അല്ലെ. അത് കംപ്ലീറ്റ് ആക്കുന്നത് എങ്ങനെയായിരിക്കണം? അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കലല്ല പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ഇപ്പൊ ഒരു പാട്ട് പഠിക്കുന്നു, ഒരു പാട്ട് പഠിക്കുമ്പോൾ ആദ്യത്തെ 4 വരി മാത്രം പാടുന്നത് പെർഫെക്ഷൻ ആണോ? അല്ല. പാടി ആ 4 വരി ആണെങ്കിൽ കൂടിയും എന്താണ് ആ 4 വരി നമ്മൾ എങ്ങനെ പാടിയിരിക്കണം? വ്യക്തമായി പാടിയിരിക്കണം. അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട്, അതായത് ആ പാട്ടിൽ ഓരോ സ്റ്റാൻസ്, അതൊരു പോയോ ആണെങ്കിൽ അതിൽ ഓരോ വേർഡ്സും സെന്റൻസും എങ്ങനെയായിരിക്കണം? പ്രൊണൗൺസ് ചെയ്യുന്നത് കൃത്യമായിരിക്കണം, അതിന്റെ ടോൺ കറക്റ്റ് ആയിരിക്കണം. ഒരു സെന്റൻസ് അവസാനിക്കേണ്ടത് എവിടെയാണ്, ഒരു സെന്റൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, ആ ടോൺ അല്ലെ. നമ്മളൊരു പാട്ടാണെങ്കിൽ എന്താണ്? അത് വ്യക്തമായ ഒരു ട്യൂണിലാണ് അത് പോകുന്നത്. അപ്പൊ ആ ട്യൂണിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ആ ഒരു പെർഫെക്റ്റ് സോങ് ആണ്, പെർഫെക്റ്റ് പോയോ ആണ് ആള് പാടിയെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. യെസ്. അതായത് ഒരു പെർഫെക്ഷൻ എന്നൊരു ഫീലിംഗ് എത്തിച്ചേരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. എന്ത് കാര്യമാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഇപ്പൊ നമ്മള് ഇതേപോലെ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പല ഉദാഹരണമായിട്ട് അത് കണക്ട് ചെയ്യാം അല്ലെ. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലോ നമ്മള്. അതേപോലെ ഒരു കുട്ടി ഷൂ കെട്ടുന്നത് അല്ലെ, ഷൂ ഉപയോഗിക്കുന്നത്. ആദ്യം എന്താണ്? കുഞ്ഞ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. പിന്നീട് എന്താണ്? ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവിടെ നോക്കൂ. രണ്ടാമത്തെ നമ്മുടെ ടെൻഡൻസി അവിടെ വരുന്നുണ്ട്, റിപ്പീറ്റേഷൻ അല്ലെ. റിപ്പീറ്റേഷൻ ചെയ്താണ് പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരുന്നത്. കണ്ടോ? ആവർത്തനത്തിലൂടെയാണ് പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. മനസ്സിലായോ? കുട്ടി ഷൂ ലൈസ് കെട്ടാനായിട്ട് വീണ്ടും ആവർത്തിച്ച്, ആദ്യം തെറ്റി, പിന്നെയും തെറ്റി, കണ്ടിന്യൂസ് ആയിട്ട് തെറ്റി എന്താണ്? പിന്നീട് എവിടെയോ ഏതൊരു സമയത്ത് അത് കൃത്യമായി ചെയ്യാനായിട്ട് കുഞ്ഞ് ആരംഭിച്ചു അല്ലെ. അത് ആരംഭിച്ച് എന്താണ്? അത് ലാസ്റ്റ് അവൻ പനിയത് പെർഫെക്റ്റ് ആയിട്ട് ആ ഷൂ ലൈസ് കെട്ടാനായിട്ട് കുഞ്ഞ് പഠിക്കുകയാണ്. ഓക്കെ. യെസ്. അത് എന്ത് കാര്യമാണ്, നമ്മുടെ ലൈഫിലെ കാര്യമാണെങ്കിലും അക്കാദമിക് ആണെങ്കിലും എന്താണ്? അങ്ങനെ തന്നെയാണ്. നമ്മൾക്കത് പൂർണ്ണമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ എന്താണ്? എക്സ്പീരിയൻസ്ഡ് ആവണം അല്ലെ. പൂർണ്ണമായി ചെയ്യണമെങ്കിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്തത് ആവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ? പെർഫെക്ഷൻ അഥവാ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ക്ലിയർ ആണോ പെർഫെക്ഷൻ? ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞ കുട്ടികൾ നമ്പറും ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്? ആവർത്തിച്ച് പഠിച്ചിട്ടല്ല അവർ കറക്റ്റ് ആയിട്ട് ABCD കംപ്ലീറ്റ് പറയുന്നത് അല്ലെ. പെർഫെക്റ്റ് ആയിട്ട് ഒരു ദിവസം ഒരു കറക്റ്റ് ആയിട്ട് പഠിക്കും. നമ്മളെല്ലാവരും അതേ സിറ്റുവേഷനിലേക്ക് കടന്നു വന്നവരാണ് അല്ലെ. ഓക്കെ. ദാറ്റ് ഈസ് പെർഫെക്ഷൻ. ദെൻ ക്രിയേറ്റിവിറ്റി. അടുത്ത ടെൻഡൻസി ആണ് എന്താ? ക്രിയേറ്റിവിറ്റി. ഇപ്പൊ ഒരു മിനിറ്റ്, ഈ പെർഫെക്ഷന്റെ ഉദാഹരണമായിട്ട് നമുക്ക് റുബിക്സ് ക്യൂബ് പറയാം. റുബിക്സ് ക്യൂബിന്റെ ടെക്നിക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ട്രിക്ക് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത്? പല പ്രാവശ്യം ആവർത്തിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അത് പഠിച്ചാണ് റുബിക്സ് ക്യൂബ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലെ. അതിനൊരു ട്രിക്ക് ഉണ്ട്. അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്യാനും സാധിക്കില്ല. ഓക്കെ. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു സമയത്ത് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിപ്പീറ്റേഷൻ അല്ലെ. ആവർത്തിച്ച് നമ്മളത് ചെയ്തതിന് ശേഷമാണ് നമ്മളത് പൂർണ്ണമായിട്ട് ആ ഒരു റുബിക്സ് ക്യൂബ് എത്ര കളേഴ്സ് ഉണ്ട്? 6 കളേഴ്സ് ആയിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ പെർഫെക്ഷൻ കൂടിപ്പോയാലും പ്രശ്നമല്ലേ? പെർഫെക്ഷൻ കൂടിപ്പോയാൽ ഓൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അതെ, എന്റെ മോൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവനോട് ചോദിച്ചത്. അത് ഒരു പ്രശ്നമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം പെർഫെക്റ്റ് പേഴ്സണാലിറ്റി എപ്പോഴും നല്ലതാണ്. കാരണം അത് ആളുടെ ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ
പക്ഷെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഡേയ്സിന് ഉദ്ദേശിക്കുന്നത്, അതാണോ? അതെ അതെ. ഇപ്പൊ തന്നെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ സ്കൂളിലൊക്കെ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ചില കുട്ടികൾ ഒരു ദിവസം കൊണ്ട് എടുക്കുന്ന ആൾ ഒരു 3 ദിവസം കൊണ്ട് അത് പെർഫെക്റ്റ് ആക്കി അതിപ്പം ഈ പേപ്പറുകളൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും എല്ലാം ഒരു തരി പോലും അത് ലെവൽ ആകാതെ അതൊക്കെ നോക്കി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അത് നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണിത് നമുക്ക് നോക്കുമ്പോഴേ. അത് ആളുടെ ഒരു ക്വാളിറ്റിയാണ്. പ്രശ്നമുണ്ടോ? ഹലോ, ഞാൻ അങ്ങനെയാണ് മാം. അതിൽ പ്രശ്നമുണ്ടോ? ഇപ്പം ഡേസിയും പറഞ്ഞപ്പോ എന്റെയും മനസ്സിലൊരു ഡൗട്ട്. ഞാനിപ്പോ എല്ലാവരും ഇപ്പൊ ഒരു അസൈൻമെന്റ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് എഴുതുന്നേ, ഞാനൊരു 3 ദിവസം കൊണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ ഞാനൊന്ന് മുമ്പും പുറവും നടുക്കും എല്ലാം ഒന്ന് നോക്കി കണ്ടിട്ടൊക്കെ ഞാൻ അത് ക്ലിയർ ആക്കി പെർഫെക്റ്റ് ആക്കി വരത്തുള്ളൂ. എനിക്കൊരു 3 ദിവസം വേണ്ടി വരും. ഇപ്പൊ ഡേസിന് അങ്ങനെ ഡൗട്ട് കൊണ്ടുവന്നപ്പോ എന്റെയും മൈൻഡിലൊരു ഡൗട്ട്. ഓക്കെ, ശരി. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ചാപ്റ്റർ ആണ്? ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് അല്ലെ? മനുഷ്യന്റെ പ്രവണതകളാണ്. അപ്പൊ ഓരോ മനുഷ്യനിലും ഈ 14 പ്രവണതകളുണ്ട്. അപ്പൊ 14 പ്രവണതകളിൽ ഒരു പ്രവണതകൾ ചിലപ്പോ കുറച്ച് മുൻതൂക്കമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ പെർഫെക്ഷൻ എന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, ഒരിക്കലും ഒരു ബാഡ് ഹാബിറ്റും അല്ല, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ടെൻഡൻസി ആണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക, ഓരോരുത്തർ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. പക്ഷെ നമ്മളെ ആ കുട്ടി ചെയ്തത്, പക്ഷെ ഡേസി നോക്കൂ, കുട്ടി ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ? ഏറ്റവും നന്നായിട്ട് ചെയ്യാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. അതെ, അപ്പൊ നമ്മൾ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ടോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു മറ്റുള്ളവർ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യുന്നവരെ ഒന്ന് അതിൽ നിന്ന് പിന്തിരിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അല്ലാതെ ഒരിക്കലും അതിന് തെറ്റായിട്ട് വിചാരിക്കുന്നത് ആൾ അങ്ങനെ തന്നെ ചെയ്തോട്ടെ, ഒരു പ്രശ്നമല്ല. ലൈഫിലെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നത്. ഓക്കെ, പക്ഷെ പ്രശ്നമുണ്ട്, എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ ആവും, ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടി അവർ അനുഭവിക്കേണ്ടി വരും. അത് എല്ലാ സിറ്റുവേഷനിലും എല്ലാ സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു പ്രശ്നമല്ല കേട്ടോ ഒരിക്കലും. ഡേയ്സി ആൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തോട്ടെ. മാം അത്രയും പറഞ്ഞപ്പോ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. ഡേയ്സിന്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ഡൗൺ ആയി പോയായിരുന്നു. മാം പറയുന്നത് കേട്ടൊരു കോൺഫിഡൻസ് കിട്ടി എനിക്ക്. ഇത് ശരിക്കും നടന്ന സംഭവമാണ്. ഈ അസൈൻമെന്റിന്റെ കാര്യം കഴിഞ്ഞ ദിവസം നടന്നതാണ്. ബാക്കി എല്ലാ കുട്ടികളുടെയും മിസ് തിരിച്ച് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇവളുടെ മാത്രം അത് പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞ് മാറ്റി വെച്ചു. പക്ഷെ ഞങ്ങൾ ഇവിടെ കുറെ വഴക്ക് പറഞ്ഞു. ബാക്കി എല്ലാ കുട്ടികളും ചെയ്തുകൊണ്ട് നീ മാത്രം 3 ദിവസം എടുത്ത് ചെയ്ത് ഇത് എന്ത് വർക്കാണെന്ന് ചോദിച്ചു. കുറ്റപ്പെടുത്തുമായിരുന്നു ചെയ്ത് ഞാൻ. ഇഷ്ടപ്പെടുത്താണ് നമുക്ക്. എന്തുകൊണ്ടാണ് നമുക്ക് അത്ര നേരം ഒരു പേഷ്യൻസ് കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനേ നമ്മൾ വിചാരിക്കുള്ളൂ അല്ലെ? കുറെ പേർ അങ്ങനെ വിചാരിക്കുന്നവരാണ്. പക്ഷെ ചില മനുഷ്യരെന്താണ്, വ്യത്യസ്ത ചിന്താഗതികള്, വ്യത്യസ്ത ഐഡിയാസ് ഉള്ളവരാണ് അല്ലെ? അപ്പൊ ഈ പ്രവണത തന്നെ ചിലവരിൽ കൂടുതലായിരിക്കും. ഇപ്പൊ റിപ്പീറ്റേഷൻ ഇതായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ ആ കുട്ടി 3 ദിവസം ഈ അസൈൻമെന്റിന് വേണ്ടി പല പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് ആവർത്തിച്ച് ചെയ്താണ് അത് പൂർണ്ണമാക്കിയത് അല്ലെ? അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബാക്കി എല്ലാ കുട്ടികളും ചെയ്തതിൽ ഏറ്റവും നല്ലൊരു അസൈൻമെന്റ് ആയിട്ട് അത് സെലക്ടഡ് ആയി അല്ലെ ഡേയ്സി? അതെ അതെ അതെ, ഇത്രേ ഉള്ളൂ. അപ്പൊ അതൊരു ഒരിക്കലും ഒരു മോശമായ ഒരു ടെൻഡൻസി അല്ല. ഓക്കെ, അതിന് സപ്പോർട്ട് ചെയ്തത്. ആ കുട്ടി നിങ്ങളിൽ മാറ്റാൻ ശ്രമിച്ചാലും ആൾ അതിൽ നിന്ന് മാറില്ല. കാരണം ആ ആളിലുള്ള പ്രവണതയാണ് അത്. കുറച്ച് കൂടുതലാണെന്നുള്ളൂ. കൂടുതലാണതിന് ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞു. വേണ്ട, ഒരു മാറ്റവും വേണ്ട. എന്തിനാണ് അത്? ഗിഫ്റ്റ് ഫോർ ഗോഡ്, ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. വേറൊരാൾ അതിനെ മാറ്റാൻ ശ്രമിച്ചാ ദൈവം കൊടുത്തതിനെ മാറ്റണേ ദൈവം നിശ്ചയിച്ചേ നടക്കത്തുള്ളൂ എന്ന എന്റെ ഒരു ചിന്ത. ആൾക്ക് നല്ല കാഴ്ചപ്പാടുകളുണ്ട്. ഒരു കാര്യത്തെ കുറിച്ചാണെങ്കിലും ലൈഫിനെ കുറിച്ചിട്ടാണെങ്കിലും നല്ല കാഴ്ചപ്പാടുണ്ടാവും. പല പ്രാവശ്യം ആവർത്തിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരിക്കലും ആ കുഞ്ഞത് ചെയ്യുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. അത് ഒരിക്കലും നിങ്ങൾ അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ക്രിയേറ്റിവിറ്റി. ഇപ്പൊ ഡേയ്സിന്റെ കുട്ടിയെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അല്ലെ? വളരെയധികം അസൈൻമെന്റിന് വേണ്ടിയിട്ട് അത്യാവശ്യം സമയം എടുത്തിരുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ വർക്ക് ആ കുട്ടി എന്ത് ചെയ്തത്? പെർഫെക്റ്റഡ് ആക്കി മാറ്റിയത് അല്ലെ? അപ്പൊ എന്തായിരിക്കും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഡിസ്കവറിങ് ന്യൂ തിങ്സ് ആണോ ക്രിയേറ്റിവിറ്റി? ശാന്തി ആണോ?
മാം ഒരു ചെറിയ സാധനം പോലും അവള് കളയില്ല. അത് എടുത്തു വെച്ച് അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് അവള് മറ്റെന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കും. യെസ്, അപ്പൊ ശാന്തി പറഞ്ഞത് കറക്റ്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് തയ്യാറാക്കി എടുക്കുന്നു അല്ലെ. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അത് പുതിയതായിട്ട് സൃഷ്ടിക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരു പൂവിനെ കണ്ട് ആ പൂവിനെ കുറിച്ചിട്ട് നമുക്കൊരു കവിത എഴുതാൻ തോന്നുന്നു അല്ലെ. ആ കവിത ഒരു 4 വരെയാണെങ്കിൽ നമ്മൾ ആ പൂവിന്റെ കളറ്, പൂവിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി ആ പൂവിനെ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഫീലിംഗ് എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു കവിത എഴുതുകയാണ്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണ് അല്ലെ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവും, എല്ലാ മനുഷ്യരിലും ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും എല്ലാ മനുഷ്യരിലുണ്ട്, അളവിൽ മാത്രമാണ് വ്യത്യാസം അല്ലെ. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത് കേട്ടോ. ആരും ബുദ്ധിയുള്ളവനോ ബുദ്ധിയില്ലാത്തവരോ എന്നൊന്നുമില്ല, എല്ലാവരിലും ഇത്തരം ടെൻഡൻസീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ക്രിയേറ്റിവിറ്റി, ഇപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയൊക്കെ പറയാൻ പറ്റും, ആരെയൊക്കെ പറയാൻ പറ്റും ക്രിയേറ്റിവിറ്റിയില്? നമ്മുടെ ആക്ടേഴ്സിന് എടുത്തു നോക്കാം. ഇപ്പൊ മോഹൻലാൽ എന്നൊരു വ്യക്തി ഒരു ആക്ടറാണ് അല്ലെ. അദ്ദേഹം എന്ത് ക്രിയേറ്റിവിറ്റിയാണ് കാണിക്കുന്നത്? ഏത് കാര്യത്തിലാണ് അദ്ദേഹം ക്രിയേറ്റിവിറ്റി കാണിക്കുന്നത്? അഭിനയത്തിലാണ് അല്ലെ, അഭിനയത്തിലാണ്. യെസ്, അതേപോലെ തന്നെ മമ്മൂട്ടി ആണെങ്കിലും അഭിനയത്തിലാണ്. അതുപോലെ MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, ഇവരൊക്കെ ഏതിലാണ് ക്രിയേറ്റിവിറ്റി കാണിക്കുന്നത്? എഴുത്തില് അല്ലെ. കഥാസമാഹാരങ്ങള്, നാടകം തുടങ്ങി, അല്ലെങ്കിൽ നമ്മുടെ നമ്പൂതിരിപ്പാടിന്റെ നാടകങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? EMS നമ്പൂതിരിപ്പാടിന്റെ ഓക്കെ. അതിലെല്ലാം എന്ത് നടന്നിട്ടുണ്ട്? റിയൽ ലൈഫിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർക്ക് ക്രിയേറ്റിവിറ്റിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെ. എല്ലാം അനുഭവങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റീവ് ആയിട്ട്. ഇപ്പൊ സ്പീച്ച് ചെയ്യുന്ന ആൾക്കാര് കണ്ടിട്ടില്ലേ നിങ്ങൾ? പ്രാസംഗികര് ചിലപ്പോ ചില സമയത്ത് അതൊരു കഴിവാണ് അല്ലെ. കുറെയൊക്കെ അത് കഴിവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്കില്ലായിട്ട് പറയാം. ഒരു ടോപ്പിക് കൊടുത്ത് പെട്ടെന്ന് അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്നു അല്ലെ. പെട്ടെന്ന് കുറച്ച് സമയം, ഒരു ചെറിയ ടോപ്പിക്കാണ് കൊടുത്തത്, പക്ഷെ ഒരു 1 മണിക്കൂറോളം അല്ലെ 1.25 മണിക്കൂറോളം ആ വിഷയത്തെ പറ്റി അയാൾക്ക് പറയാൻ സാധിക്കുന്നു. വാക്കുകളിലൂടെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത് എന്ത് ടെൻഡൻസി മൂലമാണ്? ക്രിയേറ്റിവിറ്റി എന്നൊരു ടെൻഡൻസി മൂലമാണ് അല്ലെ. അപ്പൊ നമുക്ക് പുതിയതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അനുഭവങ്ങളിലൂടെ, എക്സ്പീരിയൻസിലൂടെ പറ്റും. അതേപോലെ തന്നെ പ്രസന്റ് ടൈമിൽ ഇപ്പൊ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് സ്പീച്ച് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റന്റ് ആയിട്ട് സ്പീച്ച് ടോപ്പിക് തന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടോ ഇവിടെ? ഓക്കെ. അപ്പൊ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ്. നിങ്ങൾക്ക് കുറച്ചുപേർ അതിൽ നിന്ന് പരാജയപ്പെട്ടു, പറയാനും 1-2-3 സെന്റൻസിൽ പറഞ്ഞു നിർത്തിയവരുണ്ട്. പക്ഷെ ചിലവർ എന്താണ്, ഇപ്പൊ ബെനിഫിറ്റ് ഓഫ് യോഗ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇല്ലേ? ബെനിഫിറ്റ് ഓഫ് യോഗ. പരിചിതമായ വസ്തുക്കൾ, പരിചിതമായ ടോപ്പിക്സുകൾ കുറച്ചുകൂടി നമുക്ക് എന്താണ് നല്ല രീതിയിൽ പറയാൻ പറ്റും. പക്ഷെ പരിചിതമല്ലാത്ത വാക്കുകളോ വസ്തുക്കളിൽ നിന്നോ പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ക്രിയാത്മകത എന്ന് പറയുന്നത്. ഓക്കെ. അത് പലതരത്തിലാണ്. ഓരോ ആളിലും അതിന്റെ അളവില് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ചിലർ സാഹിത്യത്തിൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ആക്ടിങ്ങിലായിരിക്കാം, കുക്കിങ്ങിലായിരിക്കാം, അക്കാദമിക് ഫീൽഡിലായിരിക്കാം, ടീച്ചിങ് പ്രൊഫഷൻ വളരെ ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, എല്ലാ മൾട്ടി ടാസ്കുകളും അല്ലെങ്കിൽ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചർമാരുണ്ട്. അതായത് ക്ലാസ് എടുക്കാൻ പറ്റുന്നു, കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു, ദെൻ അവരുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ദെൻ തമാശകൾ പറയാൻ പറ്റുന്നുണ്ട്, സന്തോഷത്തിൽ ഒരേപോലെ സന്തോഷിക്കാനും സങ്കടം വരുന്ന സമയത്ത് അവരോട് കൂടെ ചേർന്ന് നിൽക്കാനും, അതോടൊപ്പം തന്നെ എന്താണ് ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യത്തോടു കൂടി പറയാനും, അല്ലെങ്കിൽ തല്ലുപിടിക്കേണ്ട സമയങ്ങൾ നമ്മൾ വാക്ക് തർക്കങ്ങൾ വരുന്ന സമയത്ത് വാക്ക് തർക്കം നിൽക്കാനും, അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ട് സംസാരിക്കാനും, ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ തർക്കിച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നതൊക്കെ ഈ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. അതൊക്കെ ഓരോരുത്തരിലും ഓരോ അളവിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. യെസ്, അത് ഏത് പ്രൊഫഷൻ എടുത്താലും ആ പ്രൊഫഷനിൽ നമ്മൾ എന്താണോ പുതിയത് കാണിക്കുന്നത് അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അത്? യെസ് മാം. Then last one, independence. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഇൻഡിപെൻഡന്റ് ആവുക.
എന്താണ് ഇപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ആവശ്യങ്ങൾക്ക് നമുക്ക് അല്ലേ? ആ സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഓരോ മനുഷ്യന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് പേഴ്സണൽ. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നുമാണ് നമുക്ക് ഉണ്ടായ ഈ എല്ലാ സ്വാതന്ത്ര്യങ്ങളും രൂപപ്പെട്ടത്. അപ്പോ 1947 എന്നൊരു വർഷം നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് അല്ലെ? മഹാത്മാഗാന്ധി എന്നൊരു വ്യക്തിയെ നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് അല്ലെ? ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മള് ആരെങ്കിലും അടിമകളായിട്ടോ അല്ലെങ്കിൽ പലരുടെയും കീഴ്വഴക്കങ്ങളിലേക്ക് വഴങ്ങി ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടി പോയാനേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആ മനുഷ്യന് തോന്നിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനെ? എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന് ആലോചിക്കാൻ പറ്റും. നമ്മളിപ്പോ എത്ര ഫ്രീ ആണ്, എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തടസ്സങ്ങളില്ല. നമ്മൾ വളരെ ഫ്രീ ബേർഡ്സ് ആണ്, ഫീൽ ഫ്രീ ആണ് നമ്മള്. ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അതൊന്ന് ചിന്തിക്കണം അല്ലെ? ഒരു മോണ്ടിസോറി ടീച്ചർ എന്ന നിലയിൽ നമ്മളത് ചിന്തിക്കേണ്ടതാണ്. കുട്ടികൾക്ക് അത് നമ്മളൊന്നും കാണുമെന്ന് പോലും അറിയില്ല. നമ്മളൊന്നും കാണുമെന്ന് പോലും അറിയില്ല. ചിലപ്പോ ഈ ജനറേഷനിൽ പോലും നമ്മളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ? ഇവിടെ എന്തൊക്കെയോ ആയിപ്പോയാണ് ഈ ഒരു ലോകം അല്ലെ? അത്തരം ഒരു ലോകത്തെയാണ് അദ്ദേഹം മാറ്റിമറിച്ചത് അല്ലെ? അപ്പൊ 1947 എന്ന ആ ഒരു വർഷവും ആ ഒരു മനുഷ്യനെ മാത്രമല്ല, അദ്ദേഹത്തിന് കൂടെ നിന്ന അത്ര മറ്റു വ്യക്തിത്വങ്ങൾ ഉണ്ടല്ലേ, മറ്റു പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ എല്ലാവരെയും നമ്മൾ ആ ഒരു സമയത്ത് എന്താണ്, അതിന് മുൻപ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് മുൻപ് ഒരുപാട് പേരുടെ ജീവിതങ്ങളും ജീവനൊക്കെ അപായപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? കുട്ടികൾ, സ്ത്രീകള്, പുരുഷന്മാര്, വയോധികര് എല്ലാവർക്കും ജീവിതം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് 47 മുൻപ്. അപ്പൊ 47 ശേഷം ജനിച്ച നമ്മളെല്ലാവരും എന്താണ്, അദ്ദേഹത്തോടാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അല്ലെ? ദൈവത്തിന്റെ സ്ഥാനം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്നല്ല, അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം തോൽപ്പിച്ചു തന്ന ആ സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണ് നമുക്കൊരു ഭരണഘടന രൂപപ്പെട്ടത് അല്ലെ? നമുക്കുള്ള അവകാശങ്ങൾ രൂപപ്പെട്ടത്. ഓരോ മനുഷ്യനും ജീവിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഏത് ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാനും എല്ലാ തരത്തിലുള്ള 6 അവകാശങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്നത്. അത് മാത്രമല്ല, ഈ 6 അവകാശങ്ങളിൽ എന്ത് പറയുന്നുണ്ട്? ഈ അവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കാൻ കൂടിയുള്ള ഒരു അവകാശവും കൂടി നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? യെസ്. ഇനി മോണ്ടിസോറി ടെൻഡൻസിയിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ പ്രവണത, ഇൻഡിപെൻഡന്റ് എന്ന പ്രവണതയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്താണ് ഇവിടെ പറയാനുള്ളത് നമുക്ക്? ഇൻഡിപെൻഡൻസ് എന്ന പ്രവണത എങ്ങനെയാണ് നമ്മൾ, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി അല്ലെ? നിങ്ങൾ എല്ലാവരും അതല്ല ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ത്? ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അല്ലെ? സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള മനുഷ്യന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അല്ലേ? ഇനി നമ്മൾക്ക് ഈ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാണ്ടാവും. ചില പാരന്റ്സ് കുട്ടികളെ പുറത്തേക്ക് വിടില്ല, ഒരു ഫംഗ്ഷന് വിടില്ല. കണ്ടിട്ടില്ലേ നിങ്ങള്? ചിലവർ അങ്ങനെയുണ്ട്, ഫംഗ്ഷന് പോവില്ല, അയൽവക്കത്തെ വീട്ടിൽ വിടില്ല. ഇപ്പോഴത്തെ സാഹചര്യം നോക്കണ്ട, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വീടിനുള്ളിൽ തന്നെ അടക്കി പിടിച്ചു വളർത്തുകയാണ്. ഒരു 18 വയസ്സ് വരെ, ആ ഒരു സമയം വരെ എന്താണ്, കുട്ടിയെ അടക്കി പിടിച്ചു വളർത്തുകയാണ്. ഒരു കോളേജ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്താണ് കുഞ്ഞ് തിരിച്ചറിയുന്നത് സ്വാതന്ത്ര്യം എന്ന വാക്ക് എന്താണെന്ന്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വതന്ത്രനാവുക എന്നുള്ളൊരു വാക്ക് എന്താണെന്ന് മറ്റുള്ളവരിൽ നിന്നാണ് അവൻ മനസ്സിലാക്കുന്നത്. ഒരു കോളേജ് ലൈഫ് വരെ എന്താണ്, ആ കുട്ടിയുടെ ലൈഫ് ആ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല കുട്ടികളും ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ സ്കൂൾ ലൈഫിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. സ്കൂൾ ലൈഫിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉള്ള സ്കൂളുകളുണ്ട്. ചില സ്കൂളുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനോഭാവങ്ങളും ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ വേറെ രീതിയിലുള്ള സ്കൂളുകളുണ്ട് അല്ലെ? യെസ്. അതേപോലെ നിങ്ങളെന്ന് പറയുന്നില്ല കേട്ടോ, സോറി. ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിന്റെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ വീട്ടില് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലെ? നിങ്ങളിപ്പോ കുറെ പേര് ഇതില് അറിയാതെ കോഴ്സിന് ജോയിൻ ചെയ്തവരുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി മരിച്ചില്ല എന്ന്,
ആ കുട്ടി അത് അറിയാതെയാണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഏതൊരു കുട്ടി മരിച്ചല്ലോ, സൂര്യ, പേര് സൂര്യ എന്നാണോ? സൂര്യാണോ? അഞ്ചു അങ്ങനെ എന്തോ പേര്. ചിഞ്ചോ മഞ്ജു ആരോ, ഓക്കെ. ആ കുട്ടി അറിയാതെയാണ്. അപ്പൊ ആ കുട്ടിക്ക് എന്താണ് അവിടെ നഷ്ടപ്പെട്ടത്? സ്വതന്ത്ര അല്ലായിരുന്നു ആ കുട്ടി, അല്ലെ? ആരുടെയൊക്കെയോ കീഴ്വഴക്കങ്ങളിൽ മുഴുകി അല്ലെങ്കിൽ ആരുകളുടെ നിർബന്ധത്തിൽ വഴിഞ്ഞാണ് ആ കുട്ടി ജീവിച്ചിരുന്നത്. പക്ഷെ ഏതോ ഒരു സമയത്ത് സ്വയം ഉള്ളിൽ ഒരു തോന്നലിലാണ്, അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം എന്നൊരു, സ്വതന്ത്രമാവണം എന്നൊരു തോന്നലിലാണ് മോണ്ടിസോറി കോഴ്സിന് ജോയിൻ ചെയ്തത്. പക്ഷെ നിർഭാഗ്യവശാൽ ആൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെ? അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണ്, അല്ലെ? നമുക്കതൊന്നും പറയാനില്ല, അതൊക്കെ സർവേശ്വരന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, അല്ലെ? ഓക്കെ. അപ്പൊ അതാണ്, പലർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ? പലരും അല്ലെങ്കിൽ എന്താണ്, ടൈറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഈ കാലഘട്ടത്തിലും വേണം, അല്ലെ? നമ്മൾ ആരുടെയും അടിമകളല്ല. നമുക്ക് എന്തിനാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്? നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മാന്യമായി, അല്ലെ? മാന്യമായോ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയിലുമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ. അപ്പോ ഇൻഡിപെൻഡൻസ് എന്ന ഒരു കാര്യം പറയുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കാറുണ്ടോ? നിങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ? ഇല്ല. ഇല്ല. എല്ലാവരിലും ഇല്ല, പക്ഷെ പലരിലും, അല്ലേ? സത്യമല്ലേ? ഞാൻ മെയിനായിട്ട് സ്വതന്ത്രരല്ല എന്ന് പറയാൻ കാരണം തന്നെ ഇത്. ഓക്കെ, ജ്യോതി പറഞ്ഞത് ശരിയാണ്. ഓക്കെ. പക്ഷെ നമ്മള് എത്ര നാളിങ്ങനെ സ്വതന്ത്രരല്ലാതെ പോകും? നമ്മള് കുറെ നാള് പോകും. പക്ഷെ ഒരു സമയത്ത് നമ്മൾ എന്താണ്, അത് തിരിച്ചറിയും. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് തിരിച്ചറിയും. അവിടെ നിന്നാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ചേഞ്ച് സംഭവിക്കും, അല്ലെ? ആ ചേഞ്ചിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിലാണോ മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞത്? ഇല്ല മാം. ആണോ? അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇവിടെ വേറെ ആരും വേറൊന്നും ആയിട്ട് വിചാരിക്കണ്ട. മഞ്ജു വാര്യർ ദിലീപിന്റെ വൈഫായിട്ട് തുടർന്നിരുന്ന സമയത്ത് ആള് കല്യാണം കഴിഞ്ഞ ശേഷം അഭിനയം അവസാനിപ്പിച്ചു, അല്ലെ? പിന്നീട് നമ്മള് സ്ക്രീനിൽ അവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെയായിട്ട് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ ജീവിതത്തിലെ ഒരു ലൈഫില് ഒരു ഏറ്റവും ത്രട്ടണിങ് ആയ ഒരു സിറ്റുവേഷൻ വന്നത്, ആ ഒരു ഡിവോഴ്സ് സിറ്റുവേഷൻ വന്ന സമയത്ത്, ഓക്കെ, ഏറ്റവും കൂടുതൽ മഞ്ജു വാര്യർ വിഷമിപ്പിച്ച ഒരു സമയമായിരിക്കും. മഞ്ജു ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സമയമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഉള്ള മഞ്ജു വാര്യർ എങ്ങനെയാണ്? ശരിക്കും ഞാൻ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തത് ഞാൻ മഞ്ജു വാര്യർ തന്നെയാണ് മാം. ഞാൻ ഇതേ സിറ്റുവേഷൻ ആയിരുന്നു, ഇതേപോലെ തന്നെയായിരുന്നു. എന്റെ ഇൻസ്പിറേഷൻ പറയുന്നത് ഞാൻ മഞ്ജു വാര്യരിൽ നിന്നാണ്. അവര് കുട്ടികളിന് ഇതായിട്ട് തനിയെ വന്നിരിക്കുന്നത്, ഞാനും അതേ സിറ്റുവേഷൻ ആണ്. അപ്പോ മഞ്ജു വാര്യർ എങ്ങനെയായിരിക്കും കുട്ടീനെ പിരിഞ്ഞ് ഇവിടെ വന്നിരിക്കണം, അപ്പൊ അതേപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും, ഇപ്പൊ അതേപോലെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാനും കാരണം എത്രയോ അവസരങ്ങൾ ഡാൻസ് ഫീൽഡിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും എല്ലാ തരത്തിലും, അല്ലെ? എല്ലാ തരത്തിലും സൊസൈറ്റിയുടെ പ്രോബ്ലംസ് ആണെങ്കിലും എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ മഞ്ജുവിന് വന്നു, അല്ലെ? ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. അതിന്റെയൊക്കെ എക്സാമ്പിൾ തന്നെയാണ് ഞാനും. എനിക്കുണ്ട്. എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അല്ലെ? യെസ്. ഞാൻ അവിടെ തന്നെ തുടരുകയാണെങ്കിൽ ഇന്നും നിങ്ങളുടെ മുന്നിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു അവസരമില്ല. ഇവിടെ സ്മാർട്ട് സ്ട്രീ എന്നൊരു അക്കാദമിയിലേക്ക് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ചിലപ്പോൾ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാനൊന്ന് ഒതുങ്ങി ആ ഒരു വീടിനുള്ളിൽ, ആ ഒരു കുറിക്കുള്ളിൽ ഒതുങ്ങി പോയാനെ. പക്ഷെ എനിക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. എന്താണ്, ഞാൻ സ്വതന്ത്രയായതിനു ശേഷമാണ്. ഓക്കെ, എന്റെ ഫീലിങ്സിന് അല്ലെങ്കിൽ എന്റെ അഭിപ്രായങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ ലൈഫ് പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞു. കൃത്യമായി തിരിച്ചറിഞ്ഞ സമയത്താണ് എനിക്ക് മാറ്റം ഉണ്ടായത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ ഇവിടെ ടീച്ചർ ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സ്മാർട്ട് സ്ട്രീയിൽ വന്നതിന് ശേഷം, അതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്തിട്ടുള്ളൂ. എങ്കിലും എനിക്ക് എന്താണ്, ഇപ്പൊ കോൺവൊക്കേഷൻസ് ആണെങ്കിലും ആങ്കറിംഗ് എന്നുള്ള ഒരു അവസരം കിട്ടി, സർട്ടിഫിക്കേഷൻ സെറമണിക്കുള്ള അവസരങ്ങൾ കിട്ടി. അതേപോലെ തന്നെ ഡാൻസ് പ്രോഗ്രാംസുകൾ, എല്ലാ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യാനും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് അവസരങ്ങൾ. മാത്രമല്ല ഒരുപാട് നല്ല കുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊരു അവസരം കിട്ടി. എത്ര ബാച്ചസിൽ പഠിപ്പിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ഒക്കെ ഒരുപാട് ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത്. അത് അത് മാത്രമല്ല ഇവിടുത്തെ ടീച്ചേഴ്സ് പ്രസിഡ മാം, സാറ്, നിങ്ങളുടെ സ്മാർട്ട് ഫാമിലി തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്.
അതാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് എന്തുണ്ടാവുന്നത്, ഹാപ്പിനെസ് സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അത് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി മാറണമെന്നാണ്. അത് ആ ഒരു പ്രവണത നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ, എല്ലാവരിലും ഉണ്ട്. എന്ത് സ്വതന്ത്രരാകാനുള്ളൊരു ടെൻഡൻസി എല്ലാ മനുഷ്യരിലും മുടങ്ങിക്കിടക്കുന്നുണ്ട്. ഇൻ കേസ് കുട്ടികളിൽ പോലും അല്ലെ, കുട്ടികളെ നമ്മൾ എപ്പോഴും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അവരവരുടെ ഇഷ്ടമുള്ളതുപോലെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ആക്ടിവിറ്റീസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർ തിരഞ്ഞെടുക്കണം അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? യെസ്, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് തന്നെ പ്രിപ്പയർഡ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഇഷ്ടമുള്ളത് അഡാപ്റ്റ് ചെയ്ത് പഠിക്കാനാണ്, ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്ത് പഠിക്കാനാണ് നമ്മുടെ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ കുട്ടികളെ സ്വതന്ത്രരാക്കി വിടുക, നമ്മളെ സ്വതന്ത്രരാക്കി വിടുക, ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രവണത നമ്മളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമ്മളുടെ ഈ പ്രവണത നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ കൂട്ടത്തില് സ്വതന്ത്രരല്ലാതെ കിടക്കുന്ന ഏതെങ്കിലും ചിറകറ്റ പക്ഷികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് കേട്ടോ. ഇനി അതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അവസരങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ചിറകടിഞ്ഞ പക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരിക. ഓക്കെ, നിങ്ങൾക്കായി ലോകം തന്നെ തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണെന്ന് തിരിച്ചറിയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന ടെൻഡൻസിയോടുകൂടി നമ്മുടെ 14 ടെൻഡൻസീസ് ഇവിടെ അവസാനിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിന്റെ പല സിറ്റുവേഷനിലെ പ്രവണതകളിലൂടെയാണ് ഇപ്പൊ കടന്നു പോയത് ഈ 2-3 ക്ലാസ്സിലൂടെ അല്ലെ. എങ്ങനെയുണ്ട് ക്ലാസ്? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ ഇൻഡിപെൻഡൻസ് വരെ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഒരു ഭാഗം കൂടി ഉണ്ട്. ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ടേബിൾ ആണ്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ഫേസ് 1 ഫേസ് 2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഓരോ സിറ്റുവേഷൻ കൊടുത്തിട്ട് ഏത് ടെൻഡൻസി ആണ് ഇതിൽ വരുന്നത്. നമ്മൾ ഡിഫൻസ് മെക്കാനിസം പഠിച്ചില്ലേ, അതേപോലെ തന്നെ. അത് പേര് പറയുമ്പോ ഒരു പേടിയാണ് അല്ലെ. നോക്കാം കേട്ടോ, ഇത് പറഞ്ഞു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്ഷൻ. അതായത് ഏത് ടെൻഡൻസിയിലാണ് കൾച്ചറൽ അഡാപ്ഷൻ വരുന്നത്, ടെൻഡൻസി ഏതാണെന്ന് നമ്മൾ നോക്കണം. അത് ഏത് റിലേറ്റഡ് ആസ്പെക്ട് ആയിട്ട് വരുന്നു എന്ന് നോക്കാം. ആദ്യം ഓരോ ഫേസ് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നോക്കിയേ, എക്സ്പ്ലോറേഷൻ ആൻഡ് ക്ലാസിഫൈങ് ദ എൻവയോൺമെന്റ്. എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈങ് എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഏത് ടെൻഡൻസിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? ഏത് ടെൻഡൻസിയാണ് അവിടെ വരുന്നത്? എക്സ്പ്ലോറേഷൻ. ഓർഡറും വരുന്നുണ്ട് അല്ലേ. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് 2 ടെൻഡൻസിയുമായിട്ട് അവിടെ കണക്റ്റഡ് ആണ്. 2 ടെൻഡൻസിയും അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മളൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? പര്യവേഷണം ചെയ്യുന്നതിന്റെയും അതേപോലെ തന്നെ എന്താണ്, ക്രമാനുഗതമായിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ടെൻഡൻസീസ് മനുഷ്യരിൽ രൂപപ്പെടുന്നത്. ഇനി ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ ഹിസ്റ്ററി. നാച്ചുറൽ ഹിസ്റ്ററിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അല്ലെ, എന്താണെന്ന് കണ്ടെത്താനായിട്ട്. അപ്പൊ നമ്മളത് എന്താണെന്ന് കണ്ടെത്തുന്നതാണ് എന്ത്? എക്സ്പ്ലോറേഷൻ. ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ അത് പഠിക്കുന്നത്? നാച്ചുറൽ ഹിസ്റ്ററിനെ എത്രയായി ക്ലാസിഫൈ ചെയ്യുന്നു, എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ഫസ്റ്റ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത്? ഓർഡറുമായി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. അത് ഏത് ടെൻഡൻസിയുമായി വരും? ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിങ്സ് നമ്മൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യുന്നതാണ് എന്താ ക്ലിയർനെസ് എന്ന് പറയുന്നത്. ക്ലിയർനെസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ. ഈ സാധനങ്ങൾ രണ്ടും നമ്മൾ എന്തിലൂടെയാണ് ചെയ്യുന്നത്? നമ്മുടെ എക്സ്പീരിയൻസ്, ലാംഗ്വേജ് അല്ലേ. ഷെയർ ചെയ്യണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം? ഭാഷ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ മനസ്സിലായോ കാര്യം? ക്ലിയർ ആണോ? അണ്ടർസ്റ്റാൻഡിങ് എൻവയോൺമെന്റ്. അതേതാണ് അണ്ടർസ്റ്റാൻഡിങ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് ടെൻഡൻസിയാണ്?
അമൂർത്തമായിട്ട് നമ്മൾക്ക് അതിനെ അതെന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു അമൂർത്തീകരിച്ച്, അതായത് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? അബ്സ്ട്രാക്ഷൻ എന്താണെന്നാണ് പഠിച്ചത് നമ്മള്? ഒരു കാര്യത്തെ പല രീതിയിൽ ചിന്തിക്കാൻ യുക്തിപരമായി സാധിക്കുന്ന ചിന്തിക്കുക. ഒരു പ്രവണത, ഒരു കഴിവ്. യെസ്. അപ്പൊ പ്യുവർ സയൻസ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൾച്ചറൽ അഡാപ്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സയൻസ്. അപ്പൊ പ്യുവർ സയൻസിനെ പറ്റി നമ്മൾ അബ്സ്ട്രാക്റ്റഡ് ആയിട്ട് ആലോചിക്കും അല്ലെ, യുക്തിപരമായി നമ്മൾ അതിനെ ചിന്തിക്കും അല്ലെ. പ്യുവർ സയൻസ് എങ്ങനെയാണ്, എന്താണ് അതിൽ വരുന്ന മെത്തേഡ്സുകൾ, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, പ്യുവർ സയൻസിന്റെ കാറ്റഗറീസ് എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്തുണ്ടാവും? അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് യുക്തിപരമായിട്ട് നമ്മൾ അർത്ഥം അറിയാനായിട്ടുള്ള ഒരു പ്രവണത നമ്മളിൽ രൂപപ്പെടും. ഓക്കെ, യെസ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഏത് ടെൻഡൻസിയുമായി ബന്ധപ്പെട്ട് വരുന്നു? അബ്സ്ട്രാക്ഷൻ. അത് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്താണ്? പ്യുവർ സയൻസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഏത് സബ്ജക്ട്സ് വേണമെങ്കിലും വരാം, പ്യുവർ സയൻസ് തന്നെ വേണമെന്നില്ല, ഇപ്പൊ സൈക്കോളജി വരാം. ഓക്കെ, സൈക്കോളജിനെ കുറിച്ചിട്ട് അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഉണ്ട്, പക്ഷെ പോവില്ല അല്ലെ. യെസ്. അതേപോലെ തന്നെ എന്താണ്? ക്യൂരിയോസിറ്റി. അണ്ടർസ്റ്റാൻഡ് എൻവയോൺമെന്റ്, ക്യൂരിയോസിറ്റി. പ്യുവർ സയൻസിനെ കുറിച്ച് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ നിങ്ങൾക്ക്? എന്താണ് പ്യുവർ സയൻസ്, എന്താണ് ഹോം സയൻസ്? ഹോം സയൻസ് വേറെ ആണ് കേട്ടോ. ഓക്കെ, പ്യുവർ സയൻസിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്, എന്തൊക്കെ തിയറീസ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്, എന്തൊക്കെ പരീക്ഷണങ്ങൾ, അതിൽ എക്സ്പീരിയൻസ് എന്തൊക്കെയുണ്ട്, ഇതൊക്കെ അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. ഇപ്പൊ പ്യുവർ സയൻസ് മാത്രമല്ല ഒന്നില്ല കേട്ടോ, അവിടെ നിങ്ങൾക്ക് എന്ത് സബ്ജക്ട്സ് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ആമസോൺ കാടുകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മഴക്കാടുകള്, ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്താണ്? അബ്സ്ട്രാക്ഷനിലും ക്യൂരിയോസിറ്റിയിലും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ദെൻ ഫേസ് 2. അപ്പൊ ഫേസ് 1 എക്സ്പ്ലോറേഷൻ, ഓർഡർ, ഗിയർനെസ്, കമ്മ്യൂണിക്കേഷൻ, അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. ഓക്കെ, അത് ഫേസ് 1 ഫേസ് 2 എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും അവിടെ കൊടുത്തിരിക്കുന്നല്ല, രണ്ട് രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഫേസ് 2 വരുന്നതാണ് എന്ത്? modifying the environment in accordance with our understanding of it to ensure survival and continuity. ഇത് എന്ത് ടെൻഡൻസിയുമായി കണക്ട് ചെയ്യുന്നു? എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സർവൈവ് ചെയ്യുന്നതൊക്കെ ഏത് ടെൻഡൻസിയുമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്? നമ്മൾ പഠിച്ചില്ലേ, ഓക്കെ, യെസ്. അത് ഏത് എക്സാമ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാം നമുക്ക്? ഇവിടെ ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മൾ ഓരോ കാര്യം പോയിട്ട് ടെക്നോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ എന്താ വരുന്നുണ്ട്? കാൽക്കുലേഷൻ ഉണ്ട് അല്ലെ. വർക്ക് ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു ടെക്നോളജി ബേസ്ഡ് റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ പുതിയൊരു കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആവർത്തിച്ചായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലെ. യെസ്. ദെൻ കോൺസെൻട്രേഷൻ, പ്രത്യേകിച്ച് ടെക്നോളജിക്കൽ ഫീൽഡിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം അല്ലെ, എങ്കിൽ മാത്രമേ അത് എന്താണെങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ സെൽഫ് കൺട്രോൾ, നമ്മുടെ വർക്ക്, അത് സെൽഫ് കൺട്രോളും ടെക്നോളജി എങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്നു? സെൽഫ് കൺട്രോളും ടെക്നോളജി എങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്നു? അറിയില്ല, അടിയുള്ളൂ. വീണ്ടും വീണ്ടും കണ്ടുപിടിക്കാനുള്ള ഒരു ക്ഷമ വേണ്ട. യെസ്, നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്താണോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താണോ ഒരു സാങ്കേതിക വിദ്യ നമ്മൾ കണ്ടെത്തുന്നത്, അതിൽ നമുക്കൊരു ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം അല്ലെ. ഞാൻ ഇന്ന രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾ ഞാൻ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു സെൽഫ് കൺട്രോൾ എന്ന പ്രവണത ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഫേസ് 2 ഈ എല്ലാ ടെൻഡൻസീസും, സെൽഫ് കൺട്രോൾ വരെയുള്ള എല്ലാ ടെൻഡൻസീസും ഉൾപ്പെടുന്നുണ്ട്. ദെൻ പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ. പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ അത് ഏത് ടെൻഡൻസിയുമായി ബന്ധപ്പെട്ട് വരുന്നു? ക്രിയേറ്റിവിറ്റി ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലെ. അത് ഏതുമായിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം? പെർഫെക്ഷൻ, ക്രിയേറ്റിവിറ്റി, കലാപരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം അല്ലെ. ആർട്ട്, യെസ്, കുക്കിംഗ് വരാം, പിന്നെ അതെന്താണ് ആർട്ടിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം അല്ലെ. പെയിന്റിങ്, ഡാൻസിങ്, പാട്ട്, പിന്നെന്താണ് അഭിനയം, എല്ലാം അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ,
Then assessing the process of our adaptations. Assessing the process of our adaptation എന്ന് പറഞ്ഞ എന്താ? എന്തായിരിക്കും ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ, ശരിക്കും ഒന്ന് ആലോചിക്കാം. Assessing the process of progress of our adaptation. നമ്മുടെ സർവൈവൽ ആണോ നിലനിൽപ്പിന്റെ നമ്മൾ കഴിഞ്ഞു. അതാണ് സെൽഫ് കൺട്രോള്, കാൽക്കുലേഷൻ, വർക്ക്, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതെന്തായിട്ട് വരും? പുരോഗതിയിലുള്ള പൊരുത്തപ്പെടലുകൾ അല്ലെങ്കിൽ അതെ, അതായത് നമുക്ക് പൊരുത്തപ്പെടണമെങ്കിൽ നമ്മൾ എന്താണ്, സ്വതന്ത്രമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം അല്ലെ. മനുഷ്യന് സ്വതന്ത്രമായ ഒരു പ്രവണതയാണ് പൊരുത്തപ്പെടലിന് കാരണമാകുന്നത്. ഓക്കെ, ഇപ്പോ നമ്മളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യകാലം തുടങ്ങി പറഞ്ഞു, ഹിസ്റ്ററീസ് എടുത്ത സമയത്ത് നമ്മുടെ ഓരോ മനുഷ്യരും അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു കാലഘട്ടങ്ങളില് മനുഷ്യൻ ഓരോ കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്തിട്ടല്ലേ ഇവിടെ വരുത്തിയിരുന്നത്. അതായത് മനുഷ്യൻ പല രീതിയിലും സ്വതന്ത്രരായി ചിന്തിച്ചും പ്രവർത്തിച്ചുമാണ് ഈ ഒരു കാലഘട്ടം വരെ എത്തിച്ചേർന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ കൾച്ചറൽ അഡാപ്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ് അല്ലെ. ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രാതീത കാലം മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നുള്ള മനുഷ്യന്റെ അതേ പ്രവർത്തനമാണോ ഇന്നത്തെ കാലഘട്ടത്തില്? അല്ല, ഡെവലപ്മെന്റ് ഉണ്ട് മാം ഓരോ സ്റ്റേജിലും, ഓരോ ഘട്ടങ്ങളിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. പ്രോഗ്രസ് ഉണ്ടാവുന്നതിന് കാരണം അവർ ഇൻഡിപെൻഡന്റ് ആയി മാറിയത് കൊണ്ടാണ് അല്ലെ. ഇൻഡിപെൻഡൻസ് എന്നാൽ ഒരു ടെൻഡൻസി അവിടെ രൂപപ്പെട്ടത് കൊണ്ടാണ് അവരിൽ ഓരോരോ മാറ്റങ്ങൾ. ഇന്ന് നമുക്ക് ഈ അനുഭവിക്കുന്ന എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാവാൻ കാരണം മനുഷ്യന്റെ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ഓക്കെ, യെസ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ടേബിള് കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, ഇതിൽ നിന്നൊരു ചോദ്യം പോലും വരാൻ പോകുന്നില്ല കേട്ടോ. മാം പക്ഷേ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഉണ്ടായില്ല, എനിക്കിതൊന്നും മനസ്സിലായില്ലായിരുന്നു. ഈ ടേബിള് പറഞ്ഞപ്പോ നല്ല ക്ലിയർ ആയി, എല്ലാം ഇപ്പൊ മനസ്സിലായി. മാം ഒന്ന് പറഞ്ഞോട്ടെ, തമന ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടോ, അല്ലെങ്കിലും പറയാനിരിക്കണായിരുന്നു. മാമിന്റെ ലാസ്റ്റ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം ആ ചാപ്റ്റർ ഇതിലും മനോഹരമായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ലെന്ന് തന്നെ പറയാം. കാരണം അയ്യോ അത് നമ്മൾ പറഞ്ഞു തന്നാ പറ്റത്തില്ല. അത് മാമിന്റെ ക്ലാസ് തന്നെ കാണണം, ആ റെക്കോർഡ് ക്ലാസ്. അത് മിസ്സാക്കല്ലേ. കാരണം കണ്ടമാനം എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നേ വിടൂ എന്നുള്ള ഒരു ഉറച്ച മനസ്സോടുകൂടി മാം അത് വളരെ ഭംഗിയായി തന്നെ അത് ചെയ്തു എന്നുള്ളതാണ്. ആ ക്ലാസ് ഒരിക്കലും ഞങ്ങൾക്കത് മറക്കാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാല്. അത് ആ ചാപ്റ്റർ എടുത്തേക്കുന്നത് എല്ലാവരും അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞു, കണ്ടിട്ടില്ല, അത് മിസ്സായവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെടുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഡേയ്സിന്റെ മെസ്സേജും വന്നില്ല എനിക്ക്. ഞാൻ എപ്പോ ക്ലാസ് മുടക്കിയാലും മാം പറയാതിരിക്കാൻ വയ്യ, ഡേയ്സിന് അപ്പൊ നോട്ട്സ് ആയിട്ട് വോയിസ് അയക്കും. ഞങ്ങളത് പകരമായിട്ട് നമ്മൾ പറഞ്ഞുതരാൻ പറ്റത്തില്ല. കാരണം അത്രയും ഭംഗിയായിട്ട് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ക്ലാസ് കണ്ട് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റൂല. അത് അങ്ങനെ ഒരു ചാപ്റ്റർ ആണ്. എന്റെ അഭിപ്രായം അത് തന്നെ. ഇന്നത്തെ ക്ലാസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ക്ലാസ് ഇത്രയും നാളത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നല്ല, പക്ഷെ എനിക്ക് എല്ലാത്തിലും ഇത്രയും നാൾ പഠിച്ചതിൽ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആവുകയും ചെയ്തു, ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സിൽ നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ടൈമും മറ്റു പല സൈഡ് ഇഷ്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മാമിന്റെ ഇന്നത്തെ ക്ലാസ്. മെനി താങ്ക്സ്. അത് മാത്രമല്ല, അത് ബുദ്ധിപരമായി മാം അത് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് ആക്കി വെച്ചിട്ട് അത് വളരെ ഭംഗിയായ രീതിയിലൊരു ക്ലാസ് ഒക്കെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും ഒരു ഭംഗി അതിന് ഇനി കൊടുക്കാനില്ല. ക്രിയേറ്റിവിറ്റി. അതെ, ക്രിയേറ്റിവിറ്റി. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടൊന്ന് പടിയിറങ്ങുകയാണ്. ഇടയ്ക്കൊരു ക്ലാസ് കൂടി ചിലപ്പോ കിട്ടിയാൽ വരും. ഡിഫറൻസ് മെക്കാനിക്സിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. അതിന് ടൈം ടേബിൾ ഒക്കെ നോക്കി ഒരു ക്ലാസ് കിട്ടിയാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പക്ഷെ മാക്സിമം ഞാനത് കയറാം, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് റിവൈൻഡ് ചെയ്യാനായിട്ട് കയറാം. എങ്കിലും നമ്മൾ ഒഫീഷ്യൽ ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ് ആണ് ഇന്നത്. ഓക്കെ, ഇതുവരെയുള്ള യാത്രയില്
വളരെ സന്തോഷമാണ്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഒരു വേർതിരിവ് സംഭവിച്ചു. അത് ഞാൻ ഈ ക്ലാസ്സിൽ വളരെ വിഷമത്തോടു കൂടി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നിങ്ങളോട് പറയുകയും ചെയ്തു. അത് ഒരു ഇടയ്ക്ക് വെച്ച് ആരും സംസാരിക്കാതെയൊക്കെ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പോട്ടെ, അത് കഴിഞ്ഞു. എല്ലാവരിലും ഉണ്ടാവുള്ള ആ വേരിയേഷൻസ് ഒക്കെ. അപ്പൊ എന്താണ്, ഒരുപാട് സന്തോഷം. എത്രത്തോളം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ അത്രയും നല്ല കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ എത്തിക്കാൻ പാടുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ അത്യാവശ്യം നന്നായിട്ട് എടുത്തു കൊടുക്കാനായിട്ട്. പിന്നെ ഓരോ ദിവസത്തെ ലക്ക് പോലെയൊക്കെ ആയിരിക്കും പോയിരുന്നത്. നിങ്ങൾ തിരിയുന്നതിലും ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇനി ഒരു MT8 എന്നൊരു ബാച്ച്, ഇതേപോലെ ഒരു ബാച്ചിന് ഞങ്ങൾക്ക് കിട്ടാനില്ല. ഓക്കെ, അപ്പൊ അത്രക്ക് മനോഹരമാണ്. കണ്ണ് കിട്ടാതിരിക്കട്ടെ നിങ്ങൾക്ക്. പിന്നെന്താണ്, ഓരോരുത്തരെ പേരുകൾ ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ എന്താണ് പറയുന്നത്, ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. സത്യമായിട്ട് നല്ലൊരു വിഷമമുണ്ട്. കാരണം ഇനി വന്നിങ്ങനെ വിശേഷങ്ങളോ ക്ലാസ് എടുക്കാനോ ഇങ്ങനൊരു അവസരം ഇല്ലാന്ന് ഓർക്കുമ്പോ വളരെ വിഷമമാണ്. കാരണം അത്രയും മനോഹരമായിരുന്നു നമ്മുടെ കുറെ ക്ലാസ്സുകളിൽ അല്ലെ. പല കാര്യങ്ങളും ഷെയർ ചെയ്തു പോയും, പൊട്ടിച്ചിരിച്ചും തമാശ പറഞ്ഞു, സങ്കടങ്ങളും ഷെയർ ചെയ്തു. എനിക്കും പറഞ്ഞ വാക്കുകളില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത്ര ഇഷ്ടത്തോടുകൂടി നിങ്ങൾ എന്നും ജീവിത അവസാനം വരെ ഓർത്തിരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ നിങ്ങൾ തന്നിട്ടുണ്ട്. പേരുകൾ മറക്കുമെങ്കിലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ പേരുകൾ മറന്നു പോകാം അല്ലെ, മനുഷ്യനാണ്, നമുക്ക് മറവി സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പഠിപ്പിച്ചു തന്ന സൈക്കോളജി സബ്ജക്ട്സുകളെല്ലാം തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന്, പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഒരുപാട് പേരിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇനിയും പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ലൈഫിൽ എന്നും സക്സസ് മാത്രമേ നിങ്ങൾ തേടി വരുള്ളൂ. അതിന് എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടായിരിക്കും. നിങ്ങൾ തിരിച്ചും അതേപോലെ തന്നെ എന്നെ എന്നും മനസ്സിലൊന്ന് ഓർക്കുക. നിങ്ങളുടെ സന്തോഷങ്ങളിലും എന്നെ ഓർക്കുക, പ്രാർത്ഥനയിൽ നിങ്ങൾ ചേർക്കുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എല്ലാവരും എന്റെ ആഗ്രഹപ്രകാരം നിങ്ങൾ എല്ലാവരും കോൺവൊക്കേഷന് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു ഡേറ്റ് ആണത് അല്ലെ, ആ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്തിച്ചേരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി അവസാനമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് അല്ലെ. പക്ഷെ ഭൂമി ഉരുണ്ടതാണ്. എപ്പോഴെങ്കിലും നമ്മൾ ചിലപ്പോൾ കാണുമായിരിക്കും. ഓടി വന്ന് വിളിക്കാം, എവിടെയാണെങ്കിലും ഓടി വന്നൊന്ന് വിളിക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ ടെക്നോളജി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കണക്ഷൻസ് ഒക്കെ വരും. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കണക്ഷനിലൂടെ നമ്മൾ കൂടെ ഉണ്ടാവും. പിന്നെ സ്മാർട്ട് സ്ട്രീയെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്മാർട്ട് സ്ട്രീ ആണ് നമ്മൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. സാറിനെയും പ്രസീത മാമിനെയും സിൻരാജ് സാറിനെയും 3 പേരെ ഞാൻ ഈ വേദിയിൽ ഓർക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവരങ്ങനെ ഒരു അവസരം കൊണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ആദ്യം എനിക്ക് MT8 അവസരം കിട്ടിയതല്ല, ഞാൻ വേറൊരു ക്ലാസ്സിലേക്കാണ് ഇട്ടത്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അതാണ് ദൈവത്തിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുമുട്ടേണ്ടവരെ എപ്പോഴാണെങ്കിലും ഒന്ന് കണ്ടുമുട്ടുമെന്ന് പറയില്ലേ. ഞങ്ങളുടെ ഭാഗ്യം ഭാഗ്യം ഒന്നും പറയണ്ടോ. ഞാനും ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകമായ ഒന്നുമില്ല. എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഞാൻ ഉറച്ചു പറയണം. ഞാൻ എല്ലാവരും ഒരേപോലെ തന്നെ കാണുന്നവരാണ്. അപ്പൊ ഒരുപാട് സന്തോഷം, അതേപോലെ ഒരുപാട് വിഷമമുണ്ട്. സത്യം കേട്ടോ. ഇനി 11:30 ഒരു സമയത്ത് വേറെ ക്ലാസ്സുകൾ വരുന്നില്ല എനിക്ക്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ശരിക്കും മിസ് ചെയ്യും. പിന്നെ എന്തെങ്കിലും വേറൊരു കാര്യം പറയാണ്, സംസാരത്തിന്റെ ഇടയിൽ ടീച്ചർ ആരെങ്കിലോ എന്തെങ്കിലോ ഒരു വാക്കുകൊണ്ടോ സെന്റൻസസ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, മനസ്സിലാരെങ്കിലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉമ്മു ഹബീബ ഒന്നും ചോദിക്കണ്ട മാം, പ്ലീസ് അങ്ങനെ ഒന്നും പറയണ്ട. പറഞ്ഞിട്ടുണ്ട് കരയിപ്പിച്ചിട്ടേ വിടുള്ളൂ. മാം പറഞ്ഞിട്ടുണ്ട് മാം. ഇപ്പൊ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് സങ്കടമായിട്ട് തന്നെയാണ് ഞങ്ങളത് കാണുന്നത്. വേറൊന്നുമല്ല, ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരുടെയും കണ്ണ് നിറയിക്കുന്നുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഓപ്പൺ ആയിട്ട് എല്ലാം പറയുന്നത്, ഉമ്മുനെ ഞാനാണ് വൈവ ചെയ്തത്. നന്നായിട്ട് പെർഫോം ചെയ്ത് കേട്ടോ. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ടീച്ചറിന്റെ ക്ലാസ്സിനെ പറ്റി ആദ്യം ഞാനൊരു കമന്റ് പറഞ്ഞു, ആദ്യം മനസ്സിലാവുന്നില്ല. അതിനോർത്തിട്ട് എനിക്കിപ്പോ ഭയങ്കര വിഷമമുണ്ട്. കാരണം അതിനുശേഷമുള്ള എല്ലാ ക്ലാസ്സുകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നത്. എനിക്ക് ഏറ്റവും ഭയങ്കര വിഷമമുണ്ടായി അങ്ങനെ പറഞ്ഞപ്പോ. പക്ഷെ ഞാൻ അത് ഓർക്കുന്ന പോലുള്ളേ. എപ്പോഴും ഒരു കാര്യം ഓർമ്മയുണ്ട്, അങ്ങനെ ആരും പറഞ്ഞത്. അത് ഉമ്മാണോ അതാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഉമ്മ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഉമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ കുട്ടി ഈ ഒരു സമയം കഴിഞ്ഞപ്പോ അത് തുറന്നു പറയാൻ കാണിച്ച ഒരു മനസ്സ്, അത് വളരെ നല്ലൊരു മനസ്സാണ് കേട്ടോ. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വൈബിയില്. അതേപോലെ ഓരോരുത്തരും. പിന്നെ ടീച്ചർ വീണ്ടും പറയാണ്, നിങ്ങൾ മാർക്കിന് വേണ്ടി യാതൊരു വിധത്തിലൊരു
പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഒരു ഇതിനോ വരരുത്. മാർക്കല്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ മാർക്ക് എന്ന് പറയുന്ന ഒരു 100 മാർക്ക്, 80 മാർക്ക്, 70 മാർക്ക് അതൊന്നും ഒന്നുമല്ല. ഓക്കെ, മാർക്കിന് വേണ്ടി നിങ്ങൾ ആരും ഒരു വഴക്കിടലോ പ്രശ്നങ്ങളോ ഉണ്ടാവരുത്. എനിക്ക് കൂടിപ്പോയി, അയാൾക്ക് കുറഞ്ഞുപോയി, അതൊന്നുമല്ല. നമ്മൾ വൈവയിൽ കാണുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അത് വ്യക്തമായിട്ടാണ് നിങ്ങൾ മാർക്ക് ഇടുന്നത്. ഒരിക്കലും ആ മാർക്കിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ക്ലാസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ. ഉറപ്പിച്ച് വീണ്ടും പറയണം, MTT അങ്ങനെ ഒരു പ്രശ്നം വരരുത്. ഇതുവരെ നിങ്ങളെ പറ്റി ഒരു കംപ്ലൈന്റ്സ് പോലും നമുക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇത് വരരുത് കേട്ടോ. അപ്പൊ ഇപ്പോഴും പറയാണ്, ഈ മാർക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അലമാരിയിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുകയാണ്. ആ മാർക്ക് വെച്ചിട്ടാണോ നിങ്ങൾ സ്കൂളിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്? അല്ല. ഒരിക്കലും അല്ല കേട്ടോ. മാം ഇവിടുന്ന് കിട്ടിയ അറിവുകള് അതിലും വിലപ്പെട്ടതായിട്ടൊന്നുമില്ല മാം. അത് മതി, അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. പിന്നെ എല്ലാ കുട്ടികളെയും എനിക്ക് ഇത്രയും പറയാനുള്ളത്, നിങ്ങളുടെ ടീച്ചിങ് ഫീൽഡില് നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ ഒരേപോലെ സ്നേഹിക്കാൻ ശ്രമിക്കുക കേട്ടോ. അവരെ കൂടെ ചേർത്ത് നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം. ആ ഒരു ടീച്ചിങ് സ്റ്റൈലായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് കേട്ടോ. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപികയായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതാണ് വേണ്ടത്, അത് തന്നെയാണ് വേണ്ടത് കേട്ടോ. ഒരു പുറത്ത് പോകുന്ന സമയത്ത് ടീച്ചറെ എന്ന് വിളിച്ചു വരാനായിട്ട് കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണ് വേണ്ടത്. ഒരിക്കലും നിങ്ങൾ കണ്ടന്റ് പഠിപ്പിക്കാനോ ആക്ടിവിറ്റി പഠിപ്പിക്കാനോ വേണ്ടി മാത്രം സ്കൂളിലേക്ക് പോകരുത്. ആ കുട്ടികളെ മാക്സിമം സ്നേഹിക്കുക. സ്നേഹം എന്നൊരു ടെൻഡൻസി, അത് നമുക്കൊരു ടെൻഡൻസി ആക്കി മാറ്റണം അല്ലെ. കുട്ടികള് ലാസ്റ്റ് നിങ്ങളുടെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് മാറണം. ആ ഒരു ടീച്ചറായി മാറാനായിരിക്കും നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. ആ കഴിവ് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, പിന്നെ ഡേയ്സിന്റെ ചിരി മിസ് ചെയ്യും. ഡേയ്സിന്റെ ചിരി എപ്പോഴും മനസ്സിലുണ്ട്. ഡേയ്സിന്റെ ഒരു പ്രത്യേക ചിരിയാണ്, നമ്മൾ പറയാറുണ്ട് അല്ലെ, എപ്പോഴും ഒരു ചിരിച്ച സാധാരണ എല്ലാരും കളിയാക്കുക ചെയ്യുന്നേ, ആ പല്ലും മുടിയും മാത്രം ഉണ്ടെന്നും പറഞ്ഞ്. ഇല്ല, എങ്കിലും ഡേയ്സിന്റെ ചിരി എപ്പോഴും മനസ്സിലുണ്ട്. അതേപോലെ തന്നെ ജോളി മാമിന്റെ ഇടയ്ക്ക് കയറി വന്ന് ഞാൻ പറയട്ടെ എന്ന് പറയുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ജ്യോതിയുടെ തമിഴ്. അത് തെറ്റാണോ മാം? ഇടയ്ക്ക് സംസാരിക്കുന്നതാണ്. ഇടയ്ക്ക് കയറുന്നതാണ് നമുക്ക് ഈ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയത് അല്ലെ. അതേപോലെ ജ്യോതിയുടെ തമിഴ് അല്ലെ, നമ്മളങ്ങനെ കുറച്ച് തമിഴ് വാക്കുകൾ കൂടെ പഠിച്ചു. പിന്നെ എന്താണ്, നിങ്ങളുടെ അതിമനോഹരമായ റംസാൻ ആഘോഷം അടിപൊളിയായിരുന്നു അല്ലെ. അത് മാത്രമേ എനിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഓണം അപർണയാണ് കണ്ടക്ട് ചെയ്തത്. പിന്നെ എന്താണ്, നമ്മുടെ ബാക്കി നമ്മുടെ അർച്ചന, നമ്മുടെ പാട്ടുകാരി അനുശ്രീ, പിന്നെ ആരാണ്, പിന്നെ എല്ലാവരും പേരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ആരാരും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും വിചാരിക്കരുത്. എനിക്ക് കിട്ടുന്ന പേരുകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ആരാണ്, അഭിരാമി ഉണ്ടോ ഈ ക്ലാസ്സിൽ? അഭിരാമി ആരബിയുടെ ഡാൻസ്. പിന്നെ നമ്മുടെ ഒരാളിതിന് പോയിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ നിന്ന്, ആരാണ് തമന്ന? അബ്രോഡ് പോയത് ആരാണ്? ഉമ്മു ഹബീബയാണോ പോയത്? ഉമ്മു ഹബീബ തിരിച്ചു വന്ന മാം, നാട്ടിലുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സിനു ഇല്ലേ? സിനു ഒന്ന് കേറിയില്ല തോന്നുന്നു. സിനു വന്നില്ല, തിരക്ക്. സിനു ഉണ്ട്. പിന്നെ നമ്മുടെ ധന്യയുടെ വർത്തമാനം, ഒരു ടോപ്പിക് കൊടുത്താൽ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ അല്ലെ. ആ ധന്യ ഉണ്ടോ എവിടെ? ക്ലാസ്സിലുണ്ടോ? എല്ലാവരും വീഡിയോ ഓൺ ആക്കാവോ? ഞാൻ കരഞ്ഞിട്ടിരിക്കുകയാണ്. കരഞ്ഞു ചിരിക്കുന്ന ഒരു വ്യക്തി രാജ്യത്താണ്. എന്തിനാണ് തന്നെ കരയുന്നത്? എല്ലാവരും വീഡിയോ ഓൺ ആക്കാൻ കാണായിരുന്നു. എല്ലാവരും ഞാൻ സന്തോഷമായിട്ട് പറഞ്ഞയക്കാനാണ് ഇരിക്കുന്നത്. ഞാൻ നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. എല്ലാവരും വീഡിയോ ഓൺ ആക്കും, ഒന്ന് കാണട്ടെ. ജ്യോതി, ജസ്ല, ഡേയ്സി. ഹായ് മാം. ഹായ്. എല്ലാരും കരഞ്ഞു പോയിരിക്കുന്നതാണ് മാം. ഇതെന്താണ്? ഞങ്ങൾക്ക് ഇനി ഒരു 11:30 ക്ലാസ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇടക്കൊക്കെ കയറുന്നുള്ളൂ, എന്നാലും കുറച്ച് ദിവസമായിട്ട്. ശരിക്കും പറഞ്ഞില്ലേ, സൈക്കോളജി ക്ലാസ് കേട്ട് സൈക്കിക് ആവുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും മാം മാറ്റി തന്നു.
പിന്നെ ഒരു എന്താ പേടി മാറ്റി തന്നു അല്ലേ? അതെ. ആരും കരയില്ലേ. ഇത് കരയാൻ ഏറ്റവും കരയാൻ ബെസ്റ്റ് ഞാനാണ് കേട്ടോ. നിങ്ങൾ പോലെയൊന്നുമല്ല, എന്തൊക്കെ സൈക്കോളജി പഠിച്ചാലും നിങ്ങൾ ആരെയും കരയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ പറയട്ടെ, കരയില്ലേ. ഒന്ന് കൂളായിരുന്നേ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു അല്ലെ, നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ക്ലാസ് വരും, നിങ്ങൾ ആ ഒരു സമയം തിരിച്ചറിയുമെന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ഓർമ്മയുണ്ടോ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു നമ്മള് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരുന്നത്? അത് റിയാലിറ്റിയാണ് അല്ലെ, റിയാലിറ്റിയാണ്. അപ്പോ നിങ്ങള് ഇവിടെ എനിക്കിപ്പോ ഡിഫറൻസ് മെക്കാനിസം എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങളിപ്പോ അല്ലെ. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ വെക്കണം. എന്താണിത്? അയ്യോ, ഇത് നമ്മുടെ രേഷ്മേനെ നോക്കി. രേഷ്മ ഇരിക്കുന്നുണ്ടോ? കരച്ചിലുള്ളിലുണ്ട്, പക്ഷെ എക്സ്പ്രഷൻ വരാതെ കരയുന്നുണ്ടോ? മാം ഇപ്പം രേഷ്മനെ കരയിപ്പിക്കും. രേഷ്മയും കരഞ്ഞു. രേഷ്മ പോയി. ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുന്നു. പറയുന്ന പോലെ ഒന്ന് പറഞ്ഞേടോ. അറിയോ? എനിക്ക് പിന്നെ അത് മിസ് ചെയ്യില്ല നിങ്ങൾ പറഞ്ഞില്ലെങ്കിലാ. അറിയോ, തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിർത്താതെ പറയും. നല്ലൊരു കമ്പനി ആയിരുന്നു എല്ലാവരും പാട്. ഒരുപാട് മാം പറഞ്ഞ പോലെ മാം തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര വെയിറ്റ് ഉള്ള ആളാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കുറെ ആൻസേഴ്സ് ഒക്കെ പറയാൻ സത്യം ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ക്ലാസ്സസ് ഒക്കെ നോക്കുമ്പോൾ ശരിക്കും ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണെങ്കിലും വളരെ കൂളായി നല്ല നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ പറഞ്ഞുതരും. അതുപോലെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും. ഫാമിലി ഇഷ്യൂസും ഒക്കെ ഒരുപാട് പേര് തമന്ന അങ്ങനെ ഓരോരുത്തരുടെ ആ ഒരു ക്ലാസ് നോട്ട്സ് കൊണ്ട് ഇതിൽ പിടിച്ചു നിന്ന ആളിൽ ഒരാളാണ് ഞാനും. അങ്ങനെ പിന്നീട് പോണ കുട്ടികൾക്കൊക്കെ ഞാനും നോട്ട്സ് ഒക്കെ അയച്ചു കൊടുക്കും, വിടരുത് എന്നൊക്കെ പറയാനുള്ള ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് സ്മാർട്ട് ശ്രീ തന്നെയാണ്. സ്മാർട്ട് ശ്രീയിലെ ക്ലാസ്സുകളും ടീച്ചേഴ്സിന്റെ തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ സത്യം പറഞ്ഞ എന്നോട് എല്ലാവരും എന്താ ജോലി ചോദിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയും പാത്രം കഴുകുകയാണ് പറയും. അത്രയും ഇതിൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും പറഞ്ഞാണ്. എന്റെ ഹസ്ബൻഡ് ആസ്ട്രോളജർ ആണ്. അപ്പൊ മൂപ്പർക്ക് ഒരു കൺസൾട്ടേഷന് വന്നപ്പോ ഒരു കുട്ടിക്ക് വയ്യായ്മയായിട്ട് അപ്പൊ ഇങ്ങനെ വന്നപ്പോ അവൾക്ക് ഭ്രാന്താണോ എന്നുള്ളതിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവൾക്ക് ലവ് അഫെയർ ആയിട്ട് അതിന്ന് വിട്ട ലവ് അഫെയർ ആയിട്ട് അത് ഡ്രോപ്പ് ആയതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു അത് വെറും അഭിനയ രമേശട്ടെ, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. കണ്ടപ്പോഴേ പറഞ്ഞു അത് സത്യമായിരുന്നു. ആ കുട്ടിയുടെ ഒരു മുഖമൂടിയായിരുന്നു അതെനിക്ക് അപ്പൊ രമേശേട്ടൻ ഇങ്ങനെ നോക്കി. അവര് നല്ലൊരു ആസ്ട്രോളജറാണ്, പ്രശ്നപണ്ഡിതനാണ് മുപ്പര്. നമ്മളെ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രയ്ക്കൊക്കെ അറിവ് എന്നുള്ള അർത്ഥത്തില് അങ്ങനെയൊക്കെ നമുക്കൊരു ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ സ്മാർട്ട് ശ്രീയുടെ ഇതാണ്. ഡെയ്സിൻ പറഞ്ഞ പോലെ ഈ സൈക്കോളജി ഭ്രാന്തിൻ്റെതാണോ എന്നൊന്നും മനസ്സിലാക്കുന്നതിലുപരി ഇതൊരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ കൂടെ പഠിക്കാൻ പറ്റും. ഒരു സ്കൂളിന്റെ മുറ്റം അടക്കം എന്താണ്, ഒരു വരാന്ത അടക്കം എന്താണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. ഒരു കേരളത്തിലുടനീളമുള്ള ജില്ലകളിലുള്ള ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മളിപ്പോ ഒരു സ്കൂളില് ഒരു പാലക്കാടിൽ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചിന്മയിലൊക്കെ പഠിക്കുന്നത് പാലക്കാടത്തെ ഏകദേശം പേരെയൊക്കെ അറിയാം. പക്ഷെ ഈ കേരളത്തിലുടനീളമുള്ള പിന്നെ ഒന്നും പ്രത്യേകം പറയണം. നമ്മളിപ്പോ റംസാൻ ആഘോഷ ഞാൻ ആക്ച്വലി സാൻസ്ക്രിറ്റ് ആയിരുന്നു എന്റെ സബ്ജക്ട്. അപ്പൊ എനിക്ക് ഈ ഹിന്ദു സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മളിപ്പോ മുസ്ലിം കുട്ടികളായാലും ക്രിസ്ത്യൻ കുട്ടികളായാലും അവരുടെ ആചാരങ്ങളൊക്കെ നമ്മൾ ആചരിച്ചു, കുറെ സെലിബ്രേറ്റ് ചെയ്തു. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഒരു സന്തോഷം പറയാൻ വയ്യ. ഇനിയും പറയാനുണ്ട്. താങ്ക് യു മാം, വാക്കുകളില്ല. അപ്പൊ എനിക്ക് വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയോട് കൂടിയാണ്. അപ്പൊ എല്ലാവരോടും പ്രത്യേകമായ അന്വേഷണങ്ങളും അവരെല്ലാവരും ഇനി നിങ്ങള് ഇപ്പൊ പഠിച്ച് നല്ലൊരു അറിവ് നേടിയ ആൾക്കാരായിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഫാമിലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ, യെസ്. പിന്നെ എന്താണ് പറയേണ്ടത്? മാം, ഞാൻ ഈ കോഴ്സ് പഠിക്കണം എന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തതല്ല. ശരിക്കും കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഞാൻ സംസാരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല, ആരോട് സംസാരിക്കില്ലായിരുന്നു. ഒരു റൂമിൽ ഇങ്ങനെ അടഞ്ഞിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇവിടെ അപ്പുറത്തുള്ളവരൊക്കെ വന്ന് കരയും.
സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും എൻഗേജ്ഡ് ആണല്ലോ വെച്ചിട്ട് ജോയിൻ ചെയ്ത സംഭവമാണ് ഞാനിത്. ഞാൻ ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ മൈൻഡിനെ എവിടേക്കെങ്കിലും ഡൈവേർട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് ജോലി കിട്ടി. അച്ഛനെ മറന്നു എന്നല്ല, എന്നും ഓർക്കുന്ന ഒരാളാ. പക്ഷെ ഈ ഒരു കോഴ്സ് കൊണ്ട് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി. ഓക്കെ രേഷ്മ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഇവിടെ ചിരിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാനും കൂടി കരയാണെങ്കിൽ അതെന്താണ്, എന്റെ ടീച്ചിങ് ക്വാളിറ്റിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലായി പോയില്ല അത്. ഞാനിങ്ങനെ അത് നിൽക്കണ്ടേ? ഓക്കെ, വേറെ എന്താ പറയാനുള്ളത്? പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങള് എത്ര എനിക്കുള്ളൂ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ഏറ്റവും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപികരായിട്ട് മാത്രം നിങ്ങൾ മാറിയാൽ മതി. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും നല്ല അമ്മയായാലും ഭാര്യയായാലും അനിയനായാലും അനിയത്തിയായാലും ഏത് പൊസിഷൻ ആണോ നിങ്ങൾക്കുള്ളത് ആ പൊസിഷൻ നിങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുക. ലൈഫിൽ എന്നും സക്സസ്സുകൾ മാത്രം ഉണ്ടാവട്ടെ. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ലീഡ് ചെയ്യാനുള്ള എല്ലാം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ഇതിൽ പിടിച്ചു നിന്നോളാം. ഒന്നും സംഭവിക്കാനില്ല. എന്ത് വന്നാലും എന്താണ് ആ സിറ്റുവേഷൻ, നമ്മൾ പറയില്ല ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ, ഇനിയിപ്പോ നിങ്ങൾ വിഷമിച്ചതിന് ഓർത്ത് കുറച്ച് ദിവസം ഒരു വിഷമം ഉണ്ടാവും. അത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനൊരു പാട്ട് പാടി നമ്മൾ ഇതൊന്ന് അവസാനിപ്പിക്കട്ടെ കേട്ടെ? പഴയ പാട്ടാണ് കേട്ടോ, ഒരു പഴയ പാട്ടാണ്. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാറ്റിൻ വിരൽ തുമ്പിൽ കാലം വിളിച്ചെന്നോ, ഒരു സ്നേഹ സൗഹൃദം വിടർന്നിതാ. പൂവിൻ ചെപ്പിൽ കാലം കനിഞ്ഞെന്നോ, ഒരു സ്നേഹ സൗരഭം വിടർന്നിതാ. ഇടനാഴികൾ തേടുമീ ഇടനാഴികൾ തേടുമീ ഇതളായലഞ്ഞിടുവാ. ഇനി എത്ര നാൾ മുന്നിലാ. ഇടവേളകൾക്കൊക്കെയും മധുരം പകർന്നിടുവാ. ഇനി ചില കാലമേ സൗഹൃദം. കിളികളൊടുത്തു പാടിയും കഥകൾ പകുത്തു നൽകിയും ഒരു കാറ്റിനീളമാലുക പൂവിൻ കാലം കനിഞ്ഞെന്നോ, ഒരു സ്നേഹ സൗഹൃദം വിടർന്നിതാ. ഇടനാഴികൾ തേടുമീ ഇതളായലഞ്ഞിടുവാ. ഇനി എത്ര നാൾ മുന്നിലാ. ഇടവേളകൾക്കൊക്കെയും മധുരം പകർന്നിടുവാൻ ഇനി ചിരകാലമേ സൗഹൃദം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. We love you, ma'am. We will miss you so much. ഓക്കെ, അപർണ മിസ്സിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ടീച്ചർ ഒന്ന് കയറണം കേട്ടോ. Okay. ഓക്കെ, ശരി. താങ്ക് യു. ലവ് യു സോ മച്ച്. മാം എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ വന്ന് കയറും മാം. മാം എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ വന്ന് കയറും. ലവ് യു സോ മച്ച്. മിസ് യു മാം. Ma'am, love you. Love you, madam. Thanks. Thank you so much. Thank you, ma'am. മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച ഫീലല്ലേ?
അതേടാ, കരഞ്ഞപ്പോ എന്തോ എന്തോ നിങ്ങളൊക്കെ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല വിട്ടുപോവാൻ. ഒന്ന് വീഡിയോ ഓൺ ആക്കിയെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഓ, ഇനിയും കരയും. തമിഴേനൊന്നും കണ്ടിട്ടില്ല. ഷീബ ചേച്ചിയാണോ അത്? ആ, എല്ലാവരും സൗണ്ടല്ലേ കേട്ടു. എല്ലാവരും സൗണ്ടാ കേട്ടിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് കാണട്ടെ. മഴ കാരനാണ് ഇന്ന് ക്ലാസ് കയറാൻ പറ്റിയോ, അല്ലാത്ത ക്ലാസ്സായി പോയി. സത്യം, മഴയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് മിസ്സായി. രേഷ്മയുടെ അടുത്ത് ടീച്ചർ പറയും രേഷ്മ ഇപ്പൊ കരയുന്നു. തമന്ന പറഞ്ഞത് കറക്റ്റ്. രേഷ്മ ഇങ്ങനെ പൊട്ടി ഞാനിങ്ങനെ ധന്യ ചേച്ചി ഞങ്ങൾ എല്ലാം കരയിപ്പിച്ചു. ചേച്ചി കരച്ച് തുടങ്ങിയപ്പോഴേ കുടുകുടോ വെള്ളം വരുന്നു, നിക്കുന്നില്ല. നമ്മൾ അത്ര അറ്റാച്ച്ഡ് ആയില്ലേ എല്ലാവരും ശരിക്കല്ലേ. അയ്യോ പറയാതിരിക്കാൻ വയ്യ. കോൺവെക്കേഷൻ പറഞ്ഞ പോലെ കേട്ടോ, സ്റ്റേ വേണം, മസ്റ്റ് ആയിട്ട് സ്റ്റേ വേണം. പൈസ പോലെ കുഴപ്പമില്ല. ലവ് യു ഓൾ. ലവ് യു. മാം വന്നില്ലല്ലോ, അപർണ മിസ് വരും എന്ന് പറഞ്ഞു. എടാ ഞാനില്ലേ എന്റെ മനസ്സിലൊരു ഭാരമുള്ള സമയത്തൊക്കെ ഞാൻ ഈ 11:30 സമയത്ത് എപ്പോഴാണ് വരിക പറഞ്ഞിട്ട് നോക്കിയിരിക്കും. എന്നിട്ട് ആ 11:30 തൊട്ട് 12:30 വരെ എനിക്ക് ക്ലാസ് ഞാൻ കാണാൻ പറ്റുമോ എന്തോ എനിക്കറിയില്ല. ആ സൗണ്ട് മുഴുവൻ കേട്ട് അങ്ങനെ ഞാൻ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് മൺഡേ ക്ലാസ് ഉണ്ടാവും കേട്ടോ. മൺഡേ 29th ക്ലാസ് ഉണ്ടാവും. പിന്നെ October 3 3-ാം തീയതി നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ആദ്യ ക്ലാസ് മാം ജിഷമിസ് ആണോ? ഷാമിസ് അപർണ മിസ്സിന്റെയും ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ക്യാപ്സ്യൂൾ നോട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഇതിനിടയിൽ കയറാൻ സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ കയറുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് അത് പഠിച്ചാൽ പോരെ നിങ്ങൾക്ക്? മാം ഒരു റിവിഷൻ തന്നാ പീരീഡിന്റെ ഒരു പ്രശ്നമുണ്ട്, അതാണ്. പക്ഷെ ഈ പീരീഡിന്റെ ഒരു പ്രശ്നം വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഡിഫൻസ് മെക്കാനിക്സ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടല്ലോ. ആ നോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ലേ? ഓരോ നോട്ട് കിട്ടിയിട്ടുണ്ട് മാം, ഇതിന്റെ ചെറിയ പോയിന്റ്. പിന്നെ മാം പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻസ് വെച്ച് പഠിക്കണം എന്ന് പറഞ്ഞു, എക്സാമ്പിൾ വെച്ചിട്ട്. അതല്ലേ അങ്ങനെയല്ലേ എക്സാമിന് ചോദിക്കുന്നെന്ന് അങ്ങനെ എക്സാം ചെയ്യും. പിന്നെ ഞാൻ ഒരു ഉറപ്പ് വരെയാണ്, ഡിഫൻസ് മെക്കാനിക്സിന് എന്തായാലും നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇടില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. കാരണം ഇനി കയറാൻ പറ്റിയില്ലെങ്കിലും, എനിക്ക് പീരീഡിന്റെ ചെറിയ ക്ലാഷസ് വരുന്നുണ്ട്, അതൊക്കെ ചിലപ്പോൾ കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളൂ. ആ ക്യാപ്സൂൾ തന്നിരിക്കുന്നത് പോലെ ഓരോ മെക്കാനിസം എടുത്ത് പഠിക്കുക കേട്ടോ. ഓരോ മെക്കാനിസം എന്താണെന്ന് സ്വന്തം നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ മോണ്ടിസോറി ടീച്ചർ ആയി കഴിഞ്ഞു, ഇനിയിപ്പോ ഒന്നുമില്ല, അത് തന്നെ റിവൈസ് ചെയ്ത് ഒന്നുകൂടി പഠിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണില്ലെങ്കിൽ ഒന്ന് ഇവിടെ ഒന്ന് ഇൻഫോം ചെയ്യാം, ഓഫീസിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. കേട്ടോ, ഒന്നും കിട്ടുന്നില്ല, എല്ലാവർക്കും ഒരേപോലെ ഏതെങ്കിലും ഒരു ഡിഫൻസ് മെക്കാനിക്സിൽ നിങ്ങൾ ഇട്ട് കിടക്കുകയാണെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും രീതിയിൽ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് കയറാൻ നോക്കാം. പീരീഡ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. ഞാൻ പ്രശ്നമുള്ള ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ഇടില്ല. നിങ്ങൾ ആ ധൈര്യത്തിൽ എന്നെ വിശ്വസിക്കുക. എന്നെ വിശ്വാസമല്ലേ? ഓക്കെ, അപ്പൊ ആ ധൈര്യത്തിൽ ഇരുന്നാൽ മതി കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലെങ്കിൽ എന്താണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തന്നിരിക്കുന്ന എല്ലാ മോക്ക് ടെസ്റ്റും പഠിക്കുക കേട്ടോ. എല്ലാ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു പോവുക, റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ പ്രിപ്പയർഡ് ആവുക കേട്ടോ. വിഷ് വെരി ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ഭാവങ്ങളും നേരാണ്. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് വൈവ അറ്റൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വൈവയുടെ കാര്യം. ഇതുവരെ ചെയ്ത MT8 വൈവ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാവരും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി വൈവയിൽ കാണാൻ പറ്റും അല്ലെ? വൈവയിൽ എനിക്ക് കിട്ടുന്ന കുട്ടികൾ എന്തെങ്കിലും കാണാൻ പറ്റും. മാം ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് MT8 പേരിൽ എന്റെ വ്യക്തിപരമായ പേരിലും മാം ചെയ്തിട്ടുള്ള എല്ലാ എഫേർട്സിനും മെനി താങ്ക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ. സൈൻ ഔട്ട് പറയുന്നുണ്ടായിരിക്കും. മാം അപർണ മിസ് കേറുന്നില്ല. സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. ഞാനൊരു പാട്ട് പാടാം.
മനസ്സിനും അറിയില്ല സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. പുസ്തക താളുകളിൽ മാം ഒരുമിച്ച് പാടിക്കോളാന്നാ പറഞ്ഞ എല്ലാവരോടും. ഓക്കെ. പുസ്തക താളുകളിൽ അക്ഷരത്താളുകളിൽ ഒന്നായി തുറന്നിടും we are friends. ദുഃഖങ്ങളിൽ Bye. Thank you. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. ഞാൻ സൈലന്റ് ചെയ്ത് ഉറങ്ങാവാ.